ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഉദ്ഗ്രഥനം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഉദ്ഗ്രഥനം ഒന്നാം ദിവസം അഥവാ ഇൻ്റഗ്രേഷൻ ഡേ 1 ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് എക്സാം ആണ്, ആനുവൽ എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി വെക്കാം. ഉദ്ഗ്രഥനം ഒന്നാം ദിവസം. പ്രവർത്തനം 1, ആടാം, പാടാം, വരയ്ക്കാം, വായിക്കാം. അപ്പൊ എന്താണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ? ആടാം, പാടാം, വരയ്ക്കാം, വായിക്കാം. ഓക്കെ. ഇനി പ്രവർത്തനം 1 ടീച്ചർ പറഞ്ഞു തരും. അപ്പൊ അതുപോലെ ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കി വെക്കാം. പ്രവർത്തനം 2, വായിക്കൂ, നിറം നൽകൂ. അപ്പൊ നമുക്കത് വായിച്ചു നോക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു നോക്കാം. ചെറിയ 2 നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് നിറം നൽകണം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ നക്ഷത്രങ്ങള്. ഈ നക്ഷത്രങ്ങളില് ചെറിയ നക്ഷത്രങ്ങൾ ഏതാന്ന് വെച്ചാൽ അവയ്ക്ക് ചുവപ്പ് നിറം കൊടുക്കണം. അപ്പൊ തന്നിരിക്കുന്നതിൽ ചെറിയ നക്ഷത്രങ്ങൾ ഏതാണ്? ഇത് രണ്ടുമാണ്. അപ്പൊ ഇതിന് രണ്ടിനും ഏത് കളർ കൊടുക്കുക? ചുവപ്പ് നിറം കൊടുക്കുക. പുറത്തേക്ക് പോവാണ്ട് നോക്കി മനോഹരമായിട്ട് കൊടുക്കുക. ഇനി അടുത്തത്, വലിയ നക്ഷത്രത്തിന് നീല നിറമാണ് നൽകേണ്ടത്. അപ്പൊ തന്നിരിക്കുന്ന നക്ഷത്രത്തിൽ ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് ഇതാണ്. അപ്പൊ അതിന് ഏത് നിറം കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത്? അതിന് നീല നിറം കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തത് എന്താ പറയുന്നത്? ചിരിക്കുന്ന നക്ഷത്രത്തിന് ഇഷ്ടമുള്ള നിറം നൽകാം. അപ്പൊ ഇതിൽ ചിരിക്കുന്ന നക്ഷത്രം എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പൊ ഇതിന് കൂട്ടുകാർക്ക് ഏത് നിറാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ആ നിറം കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തത്, പൂവ് പോലുള്ള നക്ഷത്രം കണ്ടില്ലേ? അതിൻ്റെ നടുവിൽ മഞ്ഞ നിറവും ഇതളുകൾക്ക് പച്ച നിറവും നൽകൂ. അപ്പൊ ഒരു നക്ഷത്രം എന്താ? പൂവ് പോലെ ഒരു നക്ഷത്രം ഉണ്ട്. അപ്പൊ അതിൻ്റെ നടുവിൽ ഏത് കളർ കൊടുക്കണം? അതിൻ്റെ നടുവിൽ നമ്മൾ മഞ്ഞ നിറം കൊടുക്കുക. നടുവിൽ നമുക്ക് മഞ്ഞ നിറം കൊടുക്കുക. പിന്നെ ഇതളുകൾക്ക് ഏത് നിറ? ഇതളുകൾക്ക് പച്ച നിറവും നൽകൂ. പച്ച നിറമാണ് നൽകേണ്ടത്. ഇതളുകൾക്ക് ഓരോന്നിനും പച്ച നിറം വെച്ച് നൽകുക. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ ഈ ചോദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അത് ചെയ്തു. ഇനി അതിൻ്റെ അടിയിൽ ഉത്തരം എഴുതാം. നടുവിൽ മഞ്ഞ നിറം നൽകേണ്ടത് ഏത് നക്ഷത്രത്തിനാണ്? തന്നിരിക്കുന്നതിൽ മഞ്ഞ നിറം നൽകേണ്ടത് ഏത് നക്ഷത്രത്തിനാണ്? ഈ നക്ഷത്രത്തിന്. ഈ നക്ഷത്രം എന്താണ്? സൂര്യനാണ്. അപ്പൊ നമുക്ക് ഇവിടെ സൂര്യൻ എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് എന്താ? പ്രവർത്തനം 3, തരം തിരിക്കാം. പ്രവർത്തനം 3 തരം തിരിക്കാനായിട്ടാണ്. നമുക്ക് നോക്കി നോക്കാം. ഒരുപാട് എന്താണ്? ബസ്, മണ്ണുമാന്തി യന്ത്രം, ബോട്ട്, സൈക്കിള്, തീവണ്ടി, കപ്പല്, വിമാനം, റോക്കറ്റ്, ലോറി, ഹെലികോപ്റ്റർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ കരയിലൂടെ എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 2 നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇത് നോക്കി നോക്കൂ. ഇവിടെ ഇതിൽ കരയിൽ പോണത് മാത്രല്ല, ഈ റോക്കറ്റ് ഒക്കെ എന്തിലൂടെയാണ് പോകുന്നത്? ആകാശത്തിലൂടെയാണ്. അപ്പൊ ഒന്നിന്റെ ഹെഡിങ് നമുക്ക് കൊടുക്കാം ആകാശത്തിലൂടെ. ആകാശത്തിലൂടെ. ഓക്കെ. ഇനി നമുക്ക് വേറൊന്ന്, ഈ കപ്പലൊക്കെ ഏതിൽ കൂടെ പോണത്? വെള്ളത്തിലൂടെയാണ്. അപ്പൊ നമുക്ക് കൊടുക്കാം വെള്ളത്തിലൂടെ. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യണം? ഇനി നമ്മൾ തരം തിരിച്ചെഴുതണം. അപ്പൊ കരയിലൂടെ ഉള്ളത് ഏതൊക്കെയാണ്? കരയിലൂടെ പോകുന്നത് ആരൊക്കെയാണ്? കരയിലൂടെ
ബസ് കരയിലൂടെയാണ്. മണ്ണുമാന്തി യന്ത്രം ഇതിൽ കൂടെയാണ്. മണ്ണുമാന്തി യന്ത്രം കരയിലൂടെയാണ്. പിന്നെ ബോട്ടല്ല, തോണി, സൈക്കിള് കരയിലൂടെയാണ്. പിന്നെ ഏതാ? തീവണ്ടി കരയിലൂടെയാണ്. റോക്കറ്റ് ഇല്ല, വിമാനമില്ല, കപ്പലില്ല, ലോറി എന്താണ്? കരയിലൂടെയാണ്. അപ്പൊ ഈ ചുവപ്പിൽ മാർക്ക് ചെയ്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ എഴുതണം. എഴുതി നോക്കാം എന്തൊക്കെയാണ്. ബസ്, പിന്നെന്താ? മണ്ണുമാന്തി യന്ത്രം, പിന്നെന്താ? തീവണ്ടി, പിന്നേതാ? സൈക്കിള്, പിന്നെന്താ? ലോറി. ഇനി അതുപോലെ അപ്പൊ ആകാശത്തിലൂടെ പോണത് ഏതൊക്കെ വരും? തന്നിരിക്കുന്നതിൽ ആകാശത്തിലൂടെ പോകുന്നത് എന്താണ്? ബോട്ടില്ല, തോണിയില്ല, വിമാനം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം വിമാനം. വിമാനം എഴുതി. ഇനി നമുക്ക് എന്ത് എഴുതാം? ഇനി നമുക്ക് ആകാശത്തിലൂടെ പോണതില് റോക്കറ്റ് എഴുതാം, റോക്കറ്റ്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ഹെലികോപ്റ്റർ എഴുതാം. അപ്പൊ നമ്മൾ ഹെലികോപ്റ്ററും എഴുതി. ഓക്കെ. ഇനി വെള്ളത്തിലൂടെ പോണതാണ് അടുത്തത് എഴുതേണ്ടത്. അപ്പൊ ഇനി വെള്ളത്തിലൂടെ പോണത് ഏതൊക്കെയാവും? തോണിയുണ്ട്, പിന്നെ ഏതാ? ബോട്ടുണ്ട്, കപ്പലുണ്ട്. അപ്പൊ വെള്ളത്തിലൂടെ പോണത് തോണി, പിന്നെ ഏതാ? ബോട്ട്, പിന്നെ ഏതാ? കപ്പല്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് പ്രവർത്തനം 3 എഴുതേണ്ടത്. ചക്രങ്ങൾ ഇല്ലാത്ത ഒരു വാഹനത്തിന്റെ പേരെഴുതൂ. അപ്പൊ ചക്രങ്ങൾ ഇല്ലാത്ത വാഹനത്തിന്റെ പേര് നമുക്ക് എന്ത് എഴുതാം? തോണി എന്ന് എഴുതാം, തോണി. ഓക്കെ. ഇനി നെക്സ്റ്റ് പ്രവർത്തനം 4 കളിവണ്ടി. തീവണ്ടി 55, ലോറി 41, വിമാനം 80, കാറ് 30, ഓട്ടോ 16. അങ്ങനെയാണെങ്കിൽ വാഹനങ്ങളുടെ വില ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ. അപ്പൊ വാഹനത്തിന്റെ വില തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെ എഴുതണം? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 16 ആണ്. അപ്പൊ നമ്മൾ ആദ്യം 16 എഴുതി. പിന്നെ ചെറുത് ഏതാ? 30 ആണ്. പിന്നെ നമ്മൾ അത് എഴുതി. പിന്നെ ഏതാണ്? 41 ആണ്. പിന്നെ നമ്മൾ അത് എഴുതി. പിന്നെ 55 ആണ്. പിന്നെ നമ്മൾ അത് എഴുതി. പിന്നെ 80 ആണ്. അപ്പൊ നമ്മൾ അത് എഴുതി. ഇപ്പൊ എന്തായി? ചെറുതിൽ നിന്ന് വലുതിലേക്കായി. ഓക്കെ. ഇനി അടുത്തത് തീവണ്ടി, കാർ എന്നിവ വാങ്ങാൻ ആകെ എത്ര രൂപ നൽകണം? തീവണ്ടിയും കാറും. തീവണ്ടിക്ക് എത്ര രൂപയാണ്? തീവണ്ടിക്ക് 55 രൂപയാണ്. കാറിന് 30 രൂപയാണ്. അപ്പൊ അത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ 5 ഇറക്കിയിട്ടു. 5 + 3 5 കഴിഞ്ഞാൽ 6 7 8. എത്ര രൂപയാണ്? 85 രൂപ. അപ്പൊ എത്രയാണ്? നമുക്ക് എഴുതാം 55 + 30 = 85. ഇനി നെക്സ്റ്റ് ഏറ്റവും വില കൂടിയ കളിപ്പാട്ടം ഏതാണ്? ഇതിൽ ഏറ്റവും വില കൂടുതൽ 80 ആണ്. അതേതിനാണ്? വിമാനത്തിനാണ്. വിമാനം. ഇനി നെക്സ്റ്റ് 16 രൂപ വിലയുള്ള ഓട്ടോ വാങ്ങാൻ എന്തൊക്കെ നാണയങ്ങളും നോട്ടുകളും ഉപയോഗിക്കണം? 16 രൂപ വിലയുള്ളത്. അപ്പൊ ഇതെന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ഇതിലൊക്കെ നോട്ടിന്റെ ഇതാണ് ഉണ്ടാവുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്തോ മിസ്റ്റേക്ക് ഉള്ളതാണ്. അപ്പൊ 16 രൂപ വിലയുള്ളതാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ആക്കാം? നമുക്കൊരു 10 രൂപ നോട്ട് എടുക്കാം. പിന്നെ ഒരു 5 രൂപ നോട്ട് അല്ലെങ്കിൽ തുട്ടെടുക്കാം. പിന്നെ ഒരു 1 രൂപ കോയിനും എടുക്കാം. അപ്പൊ ഇതിൽ നമുക്കൊരു 5ഉം 10ഉം ഇതിൽ നമുക്കൊരു 5ഉം വരച്ചേക്കാം. ഓക്കെ.
ഇനി നെക്സ്റ്റ് പ്രവർത്തനം 5 മുയൽ കണ്ട കാഴ്ചകൾ. ചിത്രം നോക്കി മുയൽ കണ്ട കാഴ്ചകൾ എഴുതൂ. അപ്പൊ മുയൽ എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. ട്രെയിൻ പോകുന്നുണ്ട്, കുട്ടികൾ പട്ടം പറക്കുന്നുണ്ട്, ബോട്ടിൽ ഒരാൾ വഞ്ചി ഓടിക്കുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഏതെങ്കിലുമൊക്കെ എഴുതാം. അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് ആകാശത്ത് ഒരു വിമാനം പറക്കുന്നു. വിമാനം പറക്കുന്നത് നമുക്ക് ചിത്രത്തിൽ കാണാം. അതിൽ ചില മൃഗങ്ങൾ യാത്ര ചെയ്യുന്നു. അതിൽ കുറച്ച് മൃഗങ്ങളുണ്ട്. താഴെ കുട്ടികൾ പട്ടം പറത്തി കളിക്കുന്നു. താഴെ എന്താണ് ചെയ്യുന്നത്? കുട്ടികൾ പട്ടം പറത്തി കളിക്കുന്നുണ്ട്. ഒരാൾ വല വീശി മീൻ പിടിക്കുകയാണ്. ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? മീൻ പിടിക്കുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. കൂട്ടുകാർക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.